ഇന്ത്യയിലെ കോർപ്പറേറ്റ് ലോകം പൊതുവെ സുരക്ഷിതത്വത്തിന്റെയും അതുപോലെ പ്രൊഫഷണലിസത്തിന്റെയും മാതൃകയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ രാജ്യത്തെ ഏറ്റവും വലിയ IT സേവനദാതാക്കളായ ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ TCSന്റെ നാസിക് യൂണിറ്റിൽ നിന്ന് അടുത്തിടെ പുറത്തുവരുന്ന വാർത്തകൾ ഈ ഒരു വിശ്വാസത്തെ മാറ്റുകയാണ്. പ്രൊഫഷണലായ തർക്കങ്ങൾ എന്നതിനേക്കാൾ ലൈംഗികാതിക്രമം, മതപരമായ വികാരങ്ങളെ വ്രണപ്പെടുത്തൽ, നിർബന്ധിത മതപരിവർത്തന ശ്രമങ്ങൾ തുടങ്ങി വളരെ ഗൗരവകരമായ ആരോപണങ്ങളാണ് അവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. ഒരു പ്രമുഖ ആഗോള കമ്പനിയുടെ ഉള്ളിൽ വർഷങ്ങളോളം ഇത്തരം പ്രവൃത്തികൾ നടന്നുവെന്ന വെളിപ്പെടുത്തൽ കോർപ്പറേറ്റ് ഇന്ത്യയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. വളരെ സേഫ് ആണെന്ന് നമ്മൾ വിശ്വസിക്കുന്ന തൊഴിലിടങ്ങളിൽ പോലും ജീവനക്കാർ നേരിടുന്ന മാനസികവും ശാരീരികവുമായ വെല്ലുവിളികളിലേക്ക് ഈ ഒരു സംഭവം വിരൽ ചൂണ്ടുന്നു. ഈ വിവാദങ്ങളുടെ തുടക്കം കഴിഞ്ഞ മാർച്ച് 25-നാണ്. നാസിക്കിലെ ദേവ്ലാലി ക്യാമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു യുവതി നൽകിയ പരാതിയാണ് മഞ്ഞുമലയുടെ അഗ്രം പോലെ പുറത്തുവന്നത്. മുംബൈ നാഗ ഏരിയയിലെ BP ഓഫീസിൽ ജോലി ചെയ്തിരുന്ന ഈ ഒരു യുവതി 2022 മുതൽ 2026 വരെയുള്ള കാലയളവിൽ താൻ നേരിട്ട ക്രൂരമായ അനുഭവങ്ങൾ പോലീസിനോട് വിവരിച്ചു. തന്റെ 3 സഹപ്രവർത്തകർ, അതിലൊരു സ്ത്രീയും ഉൾപ്പെടുന്നുണ്ട്, നിരന്തരമായിട്ട് തന്റെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നുവെന്ന് അവർ ആരോപിച്ചു. ഇതിനേക്കാൾ ഭയാനകമായിരുന്നു ലൈംഗികാതിക്രമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ. ഒരു പുരുഷ സഹപ്രവർത്തകൻ തന്നെ പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തു എന്നവർ പരാതിയിൽ വ്യക്തമാക്കി. ഇത്രയും കാലം ഭയം മൂലമാണ് താൻ പുറത്തു പറയാതിരുന്നതെന്നും എന്നാൽ സഹിക്കവയ്യാതെ വന്നപ്പോഴാണ് പോലീസിനെ സമീപിച്ചതെന്നും അവർ പറയുന്നു. യുവതിയുടെ പരാതിയെ തുടർന്ന് നാസിക് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. കൂടുതൽ ജീവനക്കാർ പരാതിയുമായി മുന്നോട്ട് വരാൻ പോലീസ് അഭ്യർത്ഥിച്ചു. ഇതിന്റെ ഫലമായിട്ട് ഏപ്രിൽ ആദ്യവാരത്തോടെ 9 FIRകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഇതിൽ 8 എണ്ണവും വനിതാ ജീവനക്കാർ നൽകിയ ലൈംഗികാതിക്രമ പരാതികളായിരുന്നു. 9ാമത്തെ പരാതി ഒരു പുരുഷന്റേതായിരുന്നു. തന്റെ മതവികാരങ്ങളെ ചില സഹപ്രവർത്തകർ മനഃപൂർവ്വം മുറിപ്പെടുത്തി എന്നായിരുന്നു അത്. ഇനി ടീം ലീഡർമാർ ഉൾപ്പെടെയുള്ള ഉന്നത പദവികളിൽ ഇരിക്കുന്നവരാണ് ഈ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്നത് സംഭവത്തിന്റെ ആ ഒരു ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഒരു തൊഴിലിടം എങ്ങനെയാണ് ടോക്സിക് ആയി മാറുന്നതെന്ന് ഈ ഒരു പരാതിയുടെ അല്ലെങ്കിൽ ഈ ഇത്രയും പരാതികളുടെ ആ ഒരു സ്വഭാവം പരിശോധിച്ചാൽ വ്യക്തമാകും. ഇനി ഈ കേസിലെ ഏറ്റവും ഗൗരവകരമായ വശങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കമ്പനിയുടെ ഇന്റേണൽ ആഭ്യന്തര സംവിധാനങ്ങളുടെ പരാജയമാണ്. അതായത് പരാതി നൽകിയ പല ജീവനക്കാരും നേരത്തെ തന്നെ കമ്പനിയുടെ HR വിഭാഗത്തെ കോൺടാക്ട് ചെയ്തിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അക്കാലത്തൊന്നും യാതൊരുവിധ നടപടിയും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് അവർ ആരോപിക്കുന്നു. ജീവനക്കാരുടെ പരാതികൾ കേൾക്കാനും അവർക്ക് സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബാധ്യസ്ഥരായ HR വിഭാഗം കണ്ണടച്ചു നിന്നതാണ് ഇത്തരം അതിക്രമങ്ങൾ വർഷങ്ങളോളം തുടരാൻ കാരണമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നാസിക് ഓഫീസിലെ HR മാനേജറെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. വേലി തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയിലാണിത് എന്ന് പറയണം. പോലീസ് അന്വേഷണം ഊർജിതമായതോടെ പ്രതികളെ ഒന്നൊന്നായിട്ട് പിടികൂടി. ആസിഫ് അൻസാരി, ഷാഫി ഷേഖ്, ഷാറൂഖ് ഖുറേഷി, റാസ മേമൻ, തൗസിക് അത്താർ, ഡാനിഷ് ഷേഖ് എന്നിവരും പേര് വെളിപ്പെടുത്താത്തൊരു സ്ത്രീയും ഉൾപ്പെടെ 7 പേരാണ് ഇതിനോടകം പിടിയിലായിരിക്കുന്നത്. ഇതിൽ 6 പേരെ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഒരാൾ ഇപ്പോഴും ഒളിവിലാണ്. ഇവരെ കൂടാതെ 8ാമത്തെ പ്രതിയായ HR മാനേജറെയും പോലീസ് നിരീക്ഷിച്ചു വരികയാണ്. പിടിയിലായവരിൽ പലരും മുതിർന്ന ഉദ്യോഗസ്ഥരായതുകൊണ്ട് ഇവർ തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് കീഴ് ജീവനക്കാരെ സമ്മർദ്ദത്തിലാക്കിയാണോ ഇത്തരം പ്രവൃത്തികൾ ചെയ്തിരുന്നത് എന്ന കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. സംഭവം വിവാദമായതോടെ TCS ഒഫീഷ്യലായിട്ടുള്ള പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏപ്രിൽ 12-ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആരോപണ വിധേയരായ ജീവനക്കാരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായിട്ട് കമ്പനി അറിയിച്ചു. എന്നാൽ എത്ര പേരെയാണ് സസ്പെൻഡ് ചെയ്തതെന്ന് കൃത്യമായ കണക്കുകൾ പുറത്തുവിട്ടിട്ടില്ല. ഹാരസ്മെന്റിന്റെയും അതുപോലെ നിർബന്ധിത നടപടികളോടും തങ്ങൾക്ക് 0 ടോളറൻസ് നയമാണുള്ളതെന്നും പോലീസ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ കമ്പനി എന്ന നിലയിൽ തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് ഏറ്റ പ്രഹരം ചെറുതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് TCS ഇപ്പോൾ ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. എങ്കിലും വർഷങ്ങളോളം ഈ പരാതികൾ അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കമ്പനി ഇനിയും മറുപടി നൽകേണ്ടതുണ്ട്. അതുപോലെ തൊഴിലിടങ്ങളിലെ സുരക്ഷയെക്കുറിച്ച് ഇന്ത്യയിൽ നിലനിൽക്കുന്ന പോഷ്, അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരസ്മെന്റ് നിയമങ്ങളുടെ പ്രസക്തി ഈ കേസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഓരോ സ്ഥാപനത്തിലും പരാതികൾ കേൾക്കാൻ ഇന്റേണൽ കമ്മിറ്റികൾ ഉണ്ടായിരിക്കണം എന്നാണ് നിയമം. എന്നാൽ TCS പോലുള്ള ഒരു വമ്പൻ സ്ഥാപനത്തിൽ പോലും ഈ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു എന്നത് ആശങ്കാജനകമാണ്. ജീവനക്കാർക്ക് തങ്ങളുടെ പരാതികൾ പേടിയില്ലാതെ പറയാൻ സാധിക്കുന്നില്ലെന്നതിൽ ഇത്തരം നിയമങ്ങൾ വെറും കടലാസ് പുലികളായി മാറും. കൂടാതെ മതപരമായ കാര്യങ്ങൾ തൊഴിലിടങ്ങളിൽ അടിച്ചേൽപ്പിക്കാൻ
ശ്രമിക്കുന്നത് ഭരണഘടന ഉറപ്പു നൽകുന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. പ്രൊഫഷണൽ മീറ്റിംഗുകളിലോ ജോലിസ്ഥലത്തോ മതപരമായ ചർച്ചകളും നിർബന്ധിത പരിവർത്തന ശ്രമങ്ങളും നടക്കുന്നത് ഒരു മതേതര രാജ്യത്തിന് ഒട്ടും യോജിച്ചതല്ല. ഈ സംഭവത്തിന്റെ സാമൂഹിക പ്രത്യാഘാതങ്ങളും വളരെ വലുതാണ്. IT മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് യുവാക്കളുടെയും അവരുടെ മാതാപിതാക്കളുടെയും മനസ്സിൽ ഈ ഒരു വാർത്ത വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഒരു കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ എന്നത് അതിന്റെ ലാഭത്തിൽ മാത്രമല്ല, ജീവനക്കാർക്ക് നൽകുന്ന മൂല്യത്തിലും സുരക്ഷിതത്വത്തിലുമാണ് അടങ്ങിയിരിക്കുന്നത്. നാസിക്കിലെ സംഭവം IT മേഖലയിലെ വർക്ക് കൾച്ചറിനെ കുറിച്ച് ഗൗരവകരമായ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നുണ്ട്. കേവലം സാങ്കേതിക വിദ്യയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ മനുഷ്യബന്ധങ്ങളിലും ധാർമ്മികതയിലും ഊന്നിയുള്ള ഒരു പ്രവർത്തന ശൈലി കോർപ്പറേറ്റ് ലോകം വളർത്തിയെടുക്കേണ്ടതുണ്ട്. ശരിക്കും ഈ ഒരു കേസ് നൽകുന്ന പാഠം വളരെ വലുതാണ്. അതായത് നമ്മുടെ നിശബ്ദത, നമ്മുടെ സൈലൻസ് എന്ന് പറയുന്നത് അടിച്ചമർത്തുന്നവർക്കുള്ള ഒരു വളമാണത്. നാസിക്കിലെ ആ ഒരു യുവതി കാണിച്ച ധൈര്യമാണ് 9ഓളം പേരുടെ ദുരനുഭവങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. തൊഴിലിടങ്ങളിലെ അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ ജീവനക്കാർക്ക് കരുത്ത് നൽകുന്ന അന്തരീക്ഷം ഉണ്ടാകണം. പോലീസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്നും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. നീതി ലഭിക്കുന്നത് വൈകിയെങ്കിലും അത് നിഷേധിക്കപ്പെടാതിരിക്കാൻ നിയമവ്യവസ്ഥയും പൊതുസമൂഹവും ഒരുപോലെ ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. ഭയമില്ലാത്ത, പക്ഷാപാതമില്ലാത്ത സുരക്ഷിതമായ ഒരു തൊഴിലിടം എന്നത് ഏതൊരു ജീവനക്കാരന്റെയും അവകാശമാണ്. ആ അവകാശം സംരക്ഷിക്കാൻ മാനേജ്മെന്റുകൾ പ്രതിജ്ഞാബദ്ധരാണ്. TCS നാസിക് കേസ് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കണ്ട് തള്ളിക്കളയാതെ കോർപ്പറേറ്റ് ലോകത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരമായി മാറട്ടെ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.